2026 ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നിലനിർത്താൻ ഇന്ത്യ ഒരുങ്ങുമ്പോൾ ടീം സെലക്ഷനെക്കുറിച്ച് പുറത്തുവരുന്നത് വമ്പൻ വാർത്തകൾ. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി BCCI അടിയന്തരമായി പ്രഖ്യാപിച്ച അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസണിന്റെ കരിയർ തന്നെ മാറിമറിയാൻ പോകുകയാണ്. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡിൽ നിലവിൽ ഇടമുണ്ടെങ്കിലും ഫോം മങ്ങിയ സഞ്ജുവിനെ തഴഞ്ഞ് പകരം പ്രഭ്സിമ്രാൻ സിംഗിനെ കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റിൽ നീക്കങ്ങൾ സജീവമാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ നിലപാടുകളും ദുലീപ് ട്രോഫിയിൽ നിന്നും KCLൽ നിന്നും വിട്ടുനിന്ന സഞ്ജുവിന്റെ തീരുമാനവും തിരിച്ചടിയാകുമോ? സഞ്ജുവിന് മുന്നിൽ ഇതൊരു അവസാന അവസരമാണോ? വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം. സ്പോർട്സ് പിച്ചിലേക്ക് സ്വാഗതം. 2026 ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റ് മത്സരങ്ങൾ സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 3 വരെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയ സ്വർണ്ണ മെഡൽ ഇക്കുറിയും നിലനിർത്തുക എന്നത് ഇന്ത്യയ്ക്ക് അഭിമാന പ്രശ്നമാണ്. അതിനായി ഏഷ്യൻ ഗെയിംസിനു മുമ്പ് ഒരു നിർണായക ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് BCCI. സെപ്റ്റംബർ 13, 15, 17 തീയതികളിലായി അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ 3 മത്സരങ്ങളുടെ T20 പരമ്പര കളിക്കും. ഇതോടെ നേരത്തെ തീരുമാനിച്ചിരുന്ന ബംഗ്ലാദേശ് T20 പരമ്പര വേണ്ടെന്നു വയ്ക്കപ്പെടും. എന്നാൽ ഈ അഫ്ഗാൻ പരമ്പര വെറുമൊരു ഉഭയകക്ഷി പരമ്പരയല്ല. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ അന്തിമ അഴിച്ചുപണി നടത്താനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണിത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഫോമില്ലായ്മയും നേരിടുന്ന ചില സൂപ്പർ താരങ്ങൾക്ക് ഈ പരമ്പരയിലെ പ്രകടനം അതിനിർണായകമായി മാറും. ഈ അപ്രതീക്ഷിത അഴിച്ചുപണി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണിനെയാണ്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ശേഷം വിശ്രമത്തിലാക്കപ്പെട്ട സഞ്ജു പിന്നീട് നടന്ന സിംബാബ്വെ പരമ്പരയിൽ കളിച്ചിരുന്നില്ല. നീണ്ടൊരിടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു വീണ്ടും അഫ്ഗാൻ പരമ്പരയിലൂടെ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് തിരിച്ചെത്തുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ ആദ്യ 11-ൽ സഞ്ജുവിന് സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പാണെങ്കിലും സഞ്ജുവിന് കാര്യമത്ര എളുപ്പമല്ല. സമീപകാലത്തായി ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സഞ്ജു അഫ്ഗാനെതിരെ പതറിയാൽ ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിൽ നിന്ന് സഞ്ജു പുറത്താകും. പകരം തകർപ്പൻ ഫോമിലുള്ള പ്രഭ്സിമ്രാൻ സിംഗിനെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ടീമിലേക്ക് കൊണ്ടുവരാനാണ് സെലക്ടർമാരുടെ ആലോചന. ഇന്ത്യൻ സെലക്ടർമാർക്ക് സഞ്ജുവിനോട് ഇപ്പോൾ പഴയ താൽപ്പര്യമില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ സഞ്ജുവിന് കാര്യമായ പിന്തുണ നൽകുന്നില്ല എന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. ടീമിൽ വൈഭവ് സൂര്യവംശിയെ പോലുള്ള യുവതാരങ്ങളെ ഓപ്പണർ റോളിലേക്ക് വളർത്താൻ ശ്രേയസ് ശ്രമിക്കുമ്പോൾ സഞ്ജുവിന് സ്വയം തെളിയിക്കുകയല്ലാതെ വേറെ വഴികളില്ല. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സഞ്ജുവിന്റെ മുൻകാല കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് സഞ്ജുവിന് ഒട്ടും അനുകൂലമല്ല. മുൻപ് അഫ്ഗാനിസ്ഥാനെതിരെ ഒരു T20 മത്സരം കളിച്ചപ്പോൾ സഞ്ജു ഗോൾഡൻ ഡക്കായിയാണ്, അതായത് ഫസ്റ്റ് ബോൾ ഡക്കായിയാണ് പുറത്തായത്. ഈ കണക്കുകൾ സെലക്ടർമാരുടെ മനസ്സിലുമുണ്ട്. മറുവശത്ത് ഒപ്പമുള്ള അഭിഷേക് ശർമ്മയ്ക്കും സമീപകാലത്തെ മോശം പ്രകടനങ്ങൾ മൂലം വലിയ സമ്മർദ്ദമുണ്ട്. അതിനാൽ അഫ്ഗാൻ പരമ്പരയിൽ ഇരു താരങ്ങൾക്കും തിളങ്ങിയും മതിയാകൂ. അതോടൊപ്പം മറ്റൊരു പ്രധാന വിഷയം ഈ ഇടവേളയിൽ നടന്ന ദുലീപ് ട്രോഫിയിലും കേരള ക്രിക്കറ്റ് ലീഗിലും KCL സഞ്ജു കളിച്ചിരുന്നില്ല എന്നതാണ്. മാച്ച് പ്രാക്ടീസ് ഇല്ലാതെ പെട്ടെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇറങ്ങുമ്പോൾ സഞ്ജുവിന് തന്റെ പഴയ താളം കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത്. എങ്കിലും സഞ്ജുവിന് മുന്നിൽ ഇതൊരു വലിയ അവസരവുമാണ്. ഏഷ്യൻ ഗെയിംസ് ടീമിൽ ഇടമുറപ്പിക്കുകയും ഇന്ത്യയെ നയിച്ച് അല്ലെങ്കിൽ ടീമിന്റെ പ്രധാന ഭാഗമായി നിന്ന് സ്വർണ്ണ മെഡൽ നേട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്താൽ അത് സഞ്ജുവിന്റെ ക്രിക്കറ്റ് കരിയറിലെ തന്നെ ചരിത്ര നിമിഷമായി മാറും. ടീം മാനേജ്മെന്റിൽ നിന്ന് അവഗണനയുടെ നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴും തനിക്ക് ലഭിക്കുന്ന അവസരത്തിൽ ഒരു വമ്പൻ ഇന്നിംഗ്സ് കളിച്ച് വായടപ്പിക്കുന്ന മറുപടി നൽകാൻ സഞ്ജുവിന് സാധിക്കും. സഞ്ജുവിന്റെ ആ തകർപ്പൻ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. സഞ്ജു സാംസണിന്റെ അഫ്ഗാൻ T20 പരമ്പരയിലെ പ്രകടനം ഏഷ്യൻ ഗെയിംസ് ടീമിന്റെ ഘടനയെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? സഞ്ജു തിരിച്ചുവരുമോ അതോ പ്രഭ്സിമ്രാൻ സിംഗ് ടീമിലേക്ക് എത്തുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏഷ്യൻ ഗെയിംസിന്റെയും ക്രിക്കറ്റിന്റെയും പുതിയ അപ്ഡേറ്റുകൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി.